സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ റിട്ടേൺ സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചാണ്. സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ചെറുതാണെങ്കിലും ഭാവിയിൽ വലിയ വളർച്ചയ്ക്ക് സാധ്യതയുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളാണ്. സിമ്പിളായി പറഞ്ഞാൽ ഇന്ന് ചെറിയ കമ്പനി നാളെ വലിയ കമ്പനി ആയേക്കാവുന്ന സ്റ്റോക്കുകൾ. സ്മോൾ ക്യാപ് ഫണ്ട്സിന്റെ ഗുണങ്ങൾ എന്തെല്ലാം? ദീർഘകാലത്തിൽ കൂടുതൽ റിട്ടേൺസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. വളരുന്ന കമ്പനികളിൽ നേരത്തെ നിക്ഷേപിക്കുകയാണ്. വെൽത്ത് ക്രിയേഷനും ഇതൊരു മികച്ച ഓപ്ഷനാണ്. ഇതിൽ റിസ്ക് ഉണ്ടോ? അതെ, സ്മോൾ ക്യാപ് ഫണ്ട്സ് ഹൈ റിസ്ക് കാറ്റഗറിയാണ്. മാർക്കറ്റ് ഉയർച്ചകളും താഴ്ചകളും കൂടുതലായിരിക്കും. ഷോർട്ട് ടേമിൽ വലിയ ഇടിവുകൾ ഉണ്ടാകും. ക്ഷമയില്ലെങ്കിൽ ഇത് തുടങ്ങാൻ കഴിയില്ല. അതിനാൽ ലോങ് ടേം മൈൻഡ് സെറ്റ് അത്യാവശ്യമാണ്. ഇന്ത്യയിലെ പ്രശസ്ത സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഇത് ഉദാഹരണത്തിന് മാത്രമാണ്, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. നമ്പർ 1 SBI സ്മോൾ ക്യാപ് ഫണ്ട്. നമ്പർ 2 നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്. നമ്പർ 3 ക്വാന്റ് സ്മോൾ ക്യാപ് ഫണ്ട്. നമ്പർ 4 ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട്. ദീർഘകാല പ്രകടനത്തിൽ മികച്ച റെക്കോർഡുള്ള ഫണ്ടുകളാണ് ഇവ. ഇനിയിപ്പോ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്പർ 1 ഒരുമിച്ച് പണം ഇടുന്നതിനേക്കാൾ SIP ആണ് നല്ലത്. നമ്പർ 2 കുറഞ്ഞത് 5 തൊട്ട് 7 വർഷം നിക്ഷേപിക്കാൻ തയ്യാറാകണം. നമ്പർ 3 മാർക്കറ്റ് ഇടിഞ്ഞാലും പാനിക് സെൽ ചെയ്യരുത്. നമ്പർ 4 പോർട്ട്ഫോളിയോയിൽ സ്മോൾ ക്യാപ് ലിമിറ്റഡ് ആക്കുക. സ്മോൾ ക്യാപ് ഫണ്ട്സ് ആർക്കാണ് അനുയോജ്യം? നമ്പർ 1 യുവ നിക്ഷേപകർ. നമ്പർ 2 ദീർഘകാല ലക്ഷ്യമുള്ളവർ. നമ്പർ 3 മാർക്കറ്റ് റിസ്ക് സ്വീകരിക്കാൻ തയ്യാറുള്ളവർ. ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് മാത്രമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് ഫണ്ട് ഡീറ്റെയിൽസ്, റിസ്ക് പ്രൊഫൈൽ പരിശോധിക്കുകയും ഫിനാൻഷ്യൽ അഡ്വൈസറിനോട് സംസാരിക്കുകയും ചെയ്യുക. സ്മോൾ ക്യാപ് ഫണ്ട്സ് റിസ്കിയാണ്, പക്ഷേ ക്ഷമയുള്ളവർക്ക് ഭാവിയിൽ വലിയ റിട്ടേൺസ് നൽകാൻ കഴിയുന്ന ഒരു വിഭാഗമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.